അപ്പോഴേ ഞാനിവിടെ ഇന്നൊരു കോലൊക്കെ വെച്ച് നോക്കി ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത് എന്നതിനാണെന്നറിയാവോ? ദേ നമ്മുടെ കപ്പളങ്ങ 2-3 പഴുത്ത് കിടക്കുവാ ചനച്ച്. ഞാനിന്ന് ഈ കപ്പളങ്ങേനെ പറിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവൻ കണ്ടോ പഴുത്ത് ചനച്ച് കിടക്കുന്നത്? എവിടെ പോകും നോക്കാം. നമ്മുടെ കപ്പളത്തേന്ന് നമ്മൾ കപ്പളങ്ങ കുത്താൻ പോവാ. കണ്ടോ കൂട്ടുകാരെ, കോലൊക്കെ എടുത്തോണ്ടാ ഞാൻ നിൽക്കുന്നത് കേട്ടോ. കോലൊക്കെ എടുത്ത് പിടിച്ച് കണ്ടോ, 1, 2, 3 ചനച്ചിട്ടുണ്ട്. താഴെ വീണാൽ പൊട്ടുമെന്ന് അറിയത്തില്ലേ. ഞാൻ കുത്താൻ പോവാണേ. ഞാൻ കുത്താൻ പോവാ. പോയില്ലല്ലോ. അയ്യോ, കൈ പിടിക്കാൻ പറ്റൂല. കൈ പിടിച്ചാൽ എൻ്റെ കൈ ഒടിഞ്ഞു പോകും. രണ്ടാമത്തത് എൻ്റെ തലയിൽ വീഴുമെന്തോ. എൻ്റെ കപ്പളങ്ങ ഒരെണ്ണം വീണ എൻ്റെ കറ്റാർവാഴയുടെ കൈ ഒടിച്ചു കേട്ടോ. കണ്ടോ കൂട്ടുകാരെ, എൻ്റെ ഇത് കറ്റാർവാഴയുടെ, അയ്യോ ഇതിനും പരിക്ക് പറ്റി. ഒടിക്കുകയല്ല ചെയ്തത്, ഇവിടെ ചമ്മന്തി ആക്കുക ചെയ്തത്. എനിക്ക് അതിനെ ചതച്ചിന്ന് കറ്റാർവാഴ ചതച്ചതാണ് ഇവിടെ. നമുക്ക് നമ്മുടെ അലോവേര പാവം, അയ്യോടാ ഒന്ന് വലുതാക്കിക്കൊണ്ട് വന്നേ ഉള്ളായിരുന്നു. മമ്മി കപ്പളങ്ങ കുത്തി അത് ഒടിച്ചു. അയ്യോ പാവം അലോവേര, അയ്യോടാ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, കുത്തിക്കോ കപ്പളങ്ങ. വേദന എടുക്കുന്നുണ്ടോടാ? സാരമില്ല കേട്ടോ, സാരമില്ലേ. വെള്ളമൊക്കെ തരാം കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അടുത്തത് എങ്ങോട്ടാ പോകുന്നത്? അടുത്തത് എന്നാ മുടിപ്പിക്കുന്ന അറിയില്ല. കുത്തിക്കോ കുത്തിക്കോ. അടുത്തതിനെ കുത്താൻ പോവാണ്. റെഡി, 1, 2, 3. അയ്യോ എനിക്ക് പേടി, അതെവിടെ വീഴുന്ന. അയ്യോ എനിക്ക് വയ്യ. ഇത് നമ്മുടെ കറ്റാർവാഴയെ നശിപ്പിച്ച മഹാഭാവി. ബാക്കിയുള്ളവരൊക്കെ ഇതേ മമ്മിയുടെ കയ്യില്. അപ്പൊ 3 നമ്മൾ പറിച്ചിട്ടുണ്ട്. 3 കപ്പളങ്ങ നമ്മുടെ കപ്പളത്തെ കിടന്നതേ പഴുത്തത്. അപ്പൊ നമ്മൾ ഇതിനെ അങ്ങ് പറിച്ചെടുത്തു. അടിപൊളി കപ്പളങ്ങ. 3 ഉണ്ട്. അടിപൊളി കപ്പളങ്ങ. ദേ പോന്നു കണ്ടോ. ഇന്നലെ നമ്മുടെ ഒരു വാഴ, വലിയ വാഴ തന്നെ അങ്ങ് പടോന്നും പറഞ്ഞങ്ങ് പടന്നു പോയി. നന്നോ വലിയൊരു കൊലയായിരുന്നു. ഇത്രയും മൂത്തിട്ടുള്ളൂ. ഇനിയിപ്പൊ ഇതെന്നാ ചെയ്യും? നമ്മളിത് കറി വെക്കും, തോരൻ വെക്കും. ഇന്നലെ അതിന്റെ മേളത്തെ ഒരു വശം എടുത്ത് തോരൻ വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കും, എല്ലാം ചെയ്യാം. അല്ലാണ്ട് നശിപ്പിച്ച് കളയാൻ പറ്റുമോ? ഇത്രയും നല്ല വാഴക്കയല്ലേ. ഈ അടുത്തൊന്നും ഇത്രയും വലിയ കൊല കിട്ടിയില്ലായിരുന്നു. തന്നെയല്ല, വിഷാംശം ഇല്ലാത്തതല്ലേ, വീട്ടിൽ വളർത്തിയതല്ലേ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കറി വെച്ച് കൂട്ടാം. അപ്പൊ നമുക്കിതിന് ഇതെല്ലാം കറി വെക്കാം. ഈ 2-3 ദിവസമായിട്ട് എല്ലാം മുടിപ്പീര. അതെ, ആദ്യം വാഴ തന്നെ ഒടിഞ്ഞു വീണു. ഇന്ന് കപ്പളങ്ങ വന്ന് കറ്റാർവാഴേനെ മുടിപ്പിച്ചു. ഇനി അടുത്തത് എന്താണെന്നറിയില്ല.